സോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോഴാണ് കേരള സ്റ്റോറി 2 അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടത്. കേരള സ്റ്റോറി 1 സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതിന് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള സ്റ്റോറി 2ൻ്റെ ട്രെയിലർ ഞാൻ കണ്ട്. അതിൽ എന്തൊക്കെ അപരാധങ്ങളാണ് പടച്ചു വിട്ടത്. ഇത് കേരള സ്റ്റോറി എന്നാണ് സിനിമൻ്റെ പേര്. കേരളത്തിലുള്ള ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലുള്ള സംസ്കാരമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ ട്രെയിലറിൽ കണ്ടത്. അതായത് ഒരാളെ എന്താ പറയുക, ബലം പ്രയോഗിച്ചിട്ട് ബീഫ് കഴിപ്പിക്കുന്നത്. അതായത് മുസ്ലിമുകൾ ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ചിട്ട് ബീഫ് കഴിപ്പിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സംസ്കാരം എന്നാണ് കേരള സ്റ്റോറിയിൽ അവർ പറയുന്നത്. ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഇതിൻ്റെ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പേരെന്താണ്, സുപിത്തോ സെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പേര്. എടാ കാട്ടവരാത്തമേ, നീ കേരളത്തിൽ വന്നിട്ടുണ്ടോ? അഥവാ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നീ ഇങ്ങനത്തെ സംഭവങ്ങളാണ് കണ്ടത്? ഒരാളെ ബലം പ്രയോഗിച്ചിട്ട് ബീഫ് കഴിപ്പിക്കുന്നത്. എടാ, നീ കണ്ടത് നോർത്ത് ഇന്ത്യയിലെ ഓരോ സംസ്കാരങ്ങളും കാര്യങ്ങളും നീ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ വന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇവിടുത്തെ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. നീ എന്തിനാണ് ഇങ്ങനത്തെ കേരളത്തിൽ ഓരോ സ്റ്റോറി, കേരള സ്റ്റോറി അത് വന്നിട്ട് സിനിമയാക്കുന്നു, എന്നിട്ട് അതിലുള്ള ഓരോ കാര്യങ്ങൾ നീ മറ്റുള്ളവരെ കാണിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അത് നീ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കാണിപ്പിക്കുകയാണ്. കേരളത്തിലെ സംഭവങ്ങൾ നീ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കാണിക്കുകയാണ്. പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നിന്നെ കാട്ടി വലിയ ഭൂലോക തോൽവികളാടാ ഈ നോർത്ത് ഇന്ത്യൻസ്. അവർ ചിലപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വിശ്വസിച്ച് പോകും. എങ്ങനെയാണോ കേരളത്തിലെ സംഭവം, എന്താ പിന്നെ കേരളത്തിലേക്ക് പോവണ്ട, കേരളത്തിലെ സംസ്കാരം എങ്ങനെയാണ്, ശരിയല്ല മറ്റേതാണെന്ന് അറിഞ്ഞിട്ട്. കേരളത്തിനെ പറ്റി നിനക്കൊക്കെ എന്തൊക്കെ അറിയാടാ? നീ കൊറോണ കാലത്തൊക്കെ നീ ഏത് ഭൂലോകത്തേനി, ഇവിടെ എന്തൊക്കെ സംഭവിച്ച്, ഇവിടെ എന്തൊക്കെ സംഭവങ്ങളവിടെ നടക്കണമെന്ന് നിനക്ക് വല്ല ധാരണ ഉണ്ടാ? നിനക്കൊന്നും കേരളത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലടാ. നീ കേരള സ്റ്റോറി എന്നൊരു ടൈറ്റിൽ ഉണ്ടാക്കി കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന് നീ വെറും ഒരു ഇമാജിൻ ചെയ്തിട്ട് ഒരു സിനിമ ആയിട്ട് ഉണ്ടാക്കി. പിന്നെ നിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള ചോറ് തിന്നുന്ന മലയാളികൾക്ക് എന്തായാലും മനസ്സിലാകും. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിൻ്റെ ഉദ്ദേശം. എന്നാൽ അതൊക്കെ മാറ്റി വെച്ചേക്ക് മോനെ. ഇത് മറ്റുള്ള സ്റ്റേറ്റ് മാതിരിയേ അല്ല, ഇത് കേരളമാണ്. ഇവിടെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കും, മുസ്ലിമുകൾ ബീഫ് കഴിക്കും, ക്രിസ്ത്യൻസ് ബീഫ് കഴിക്കും, വേണ്ടി വന്നാൽ പോർക്കും തിന്നും, ഈ 3 കൂട്ടരും. പിന്നെ ആദ്യം ചോദിക്കാനുള്ളത് ഇതിൻ്റെ സെൻസർ ബോർഡ് ഉണ്ടാക്കിയവന്മാരോടാണ്. എന്ത് കാര്യത്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത്? ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയുക, അറിയാലോ, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെ നടക്കുകയുള്ളൂ. ഏതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഏതൊക്കെ കട്ട് ചെയ്യണം, ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്യണം, ഏതൊക്കെ ഭാഗത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് അത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തീരുമാനിക്കും. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. നിങ്ങളെ ജനനായകന് എന്തായാലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. കുറേ ദിവസമായി ആ സിനിമനിട്ട് തട്ടി കളിക്കുന്നു. പക്ഷേ ഇതിന് നിങ്ങൾ ഒന്നും നോക്കിയില്ല, ഒന്ന് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇനിതാ നിങ്ങൾ സിനിമ ഇറക്കിക്കോളി, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഇറക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വരിക, കേരളത്തിലെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇവിടെ കേരളത്തിൽ എന്തൊക്കെ അവിടെ നടക്കണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും ഉണ്ടാകുമോ ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന്. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. കേരളത്തിൽ അല്ലാത്ത തൊണ്ട കയറ്റി ബീഫ് കയറ്റിപ്പിക്കുക എന്നുള്ളതല്ല. ഓക്കെ ഗൈസ്, ബൈ.